അൽത്താഫ് ചെയ്യാൻ അടിപൊളിയായിരിക്കും നമുക്ക് തോന്നി. കാരണം അൽത്താഫിൻ്റെ ഒരു ഹ്യൂമർ പരിപാടിയും പിന്നെ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു ആരോപണം എന്നുള്ള സാധനം കറക്റ്റായിട്ട് വരും എന്നുള്ളൊരു സാധനം. സെറ്റിൽ പുള്ളി അങ്ങനെ നല്ല ഇങ്ങനെ അധികം പുള്ളി അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ മിങ്കിളല്ല. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അങ്കമാലി എൻ്റെ വീട് അങ്കമാലി കാലടിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വർക്ക് ഈസി അങ്കമാലി ആ ഒരു പരിപാടി ആയിരിക്കുമല്ലോ. അതായത് നമുക്ക് തട്ടിലിനെ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഒരുപാട് ഉപകാരമുണ്ടായി. അതായത് തട്ടിലാണെങ്കിൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും പുള്ളി കഥകൾ ഇങ്ങനെ ഓരോ നാട്ടിൻപുറത്തുള്ള പുള്ളിയുടെ നാട്ടിലെ കഥകൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. എല്ലാവരുമായിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുള്ളി ഒരാളിനെ ചുറ്റും ഒരു 10-15 പേരൊക്കെ പുള്ളിയുടെ കഥ കേൾക്കാനുണ്ടാവും. പുള്ളിയുടെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് എല്ലാവർക്കും ആ സ്ലാങ് ഒന്നും കിട്ടി. സംവിധായകൻ വിനോദ് ലീലയാണ് ദ ക്യൂ സ്റ്റുഡിയോനൊപ്പം. നമസ്കാരം. നമ്മളിപ്പോൾ ഞാൻ ആക്ച്വലി തന്നെ ഫോളോ ചെയ്യുന്നത് പീനാറി എന്നുള്ള ഷോർട്ട് ഫിലിം സമയത്താണ്. ബഡ്ജറ്റ് ലാബിൻ്റെ അന്നത്തെ വിന്നർ ഷോർട്ട് ഫിലിം ആയിരുന്നു. പിന്നീട് 2 വർക്ക് ഷോർട്ട് ഫിലിം ചെയ്തതും IDSFK ഫോർമാറ്റിൽ ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ടിലാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ ആ രീതിയിലാണ്. ഇപ്പോൾ മന്ദാകിനി എന്നൊരു സിനിമ വരുമ്പോൾ 3 ഷോർട്ട് ഫിലിം ചെയ്തു, അടുത്തതൊരു ഫീച്ചറിലേക്കുള്ള കാൽവെപ്പ് എന്നുള്ള രീതി തന്നെ അപ്രോച്ച് ചെയ്യണതാണോ അതോ ഓക്കെ ഇത് ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ അപ്രോച്ച് നിന്ന് സിനിമാറ്റിക് ഫോർമാറ്റിക്ക് എടുക്കാൻ എങ്ങനെയായിരുന്നു മന്ദാകിനിയിലേക്ക്? അത് മന്ദാകിനിയിലേക്ക് വരുന്നത് ഫിലിം എന്നുള്ള രീതി തന്നെ അപ്രോച്ച് ചെയ്ത് വന്നതാണ്. അങ്ങനെ ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഒരു ഇതിൽ വന്നതല്ല, സിനിമയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഐഡിയ നമ്മുടെ ക്യാമറാമാൻ DOP ഷിജു ഭാസ്കർ നമ്മുടെ സുഹൃത്താണ്. അപ്പം ഇത് ഒരു ചെറിയൊരു സ്റ്റോറി ഒരു ഐഡിയ ഉണ്ട്, ഒന്ന് വിനോദം കേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചെന്ന് കേട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ ഒരു ത്രെഡും പരിപാടികളും. പിന്നെ അതിൻ്റെ ഒരു പീനാറി ചെയ്തതിൻ്റെ ഒരു നാട്ടിൻപുറം കല്യാണം അങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. നടന്ന കഥയാ തോന്നുന്നു. നടന്നു, ശരിക്കും വേറെ സ്ഥലത്ത് നടന്ന കഥയാണ്. നമ്മുടെ DOPയുടെ തന്നെ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു ഷാലു എന്നൊരു ആളാണ്. അപ്പോൾ ആളുടെ നാട്ടിൽ നടന്നൊരു ചെറിയ ഇൻസിഡൻ്റ് ആണ്. അതിനാണ് നമ്മൾ മന്ദാകിനിയായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഈ കല്യാണം സെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കല്യാണ വീട് എന്നുള്ളത് മലയാള സിനിമ സ്റ്റാർട്ടിങ് മുതലേ തൊട്ട് ഇറങ്ങിയ ഒരുപാട് കല്യാണ വീട് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കല്യാണ വീട്ടിലാണ് നടക്കുന്നത്. ഒരു ഏതാണ്ട് ഒരു 60% ആ വീട്ടിൽ തന്നെയാണ്. അതില് എങ്ങനെയായിരുന്നു അതിന്റെ ഇപ്പോൾ ഒരു റിസ്ക് ഫാക്ടറും കൂടി ഉണ്ടല്ലോ. ഒരു ലൊക്കേഷനിലാണ് പുതിയ കാഴ്ച കൊടുക്കണം, ഈ ലൊക്കേഷൻ തന്നെ പല ഫ്രെയിം വെക്കുമ്പോഴും റിപ്പീറ്റ് ആവരുത് എന്നൊക്കെയുള്ള രീതിയിൽ അതാണ് പേടി ഉണ്ടായിരുന്നില്ല. ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം അല്ല മെയിനായിട്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പൊ അത് കൂടുതലും വരുന്നത് നൈറ്റ് സീക്വൻസ് ആണ്, പിന്നെ ഒറ്റ സ്ഥലത്താണ്. അപ്പൊ ഇതിന്റെ സ്ക്രീൻ പ്ലേ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം കഴിഞ്ഞാൽ ഇതിങ്ങനെ ലാഗില്ലാണ്ട്, അതായത് ഒരു വീട്ടിൽ തന്നെ നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു മീറ്റർ നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്തു. അതായത് ഈ കഥ നടക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത വേണമെന്ന് എനിക്ക് തോന്നി. എയർപോർട്ടിന്റെ അടുത്ത് അപ്പൊ ഒരു ചെറിയൊരു പുതുമ അതിനകത്ത് കൊണ്ടുവരാൻ അതൊക്കെ എലമെന്റ് ബോധപൂർവ്വം ചെയ്തതാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എലമെന്റ്സ്, പിന്നെ വീട് അകല്ലാണ്ട് ടെറസ് കുറച്ച് ഉപയോഗിക്കുക, വീണ്ടും പല പല ഭാഗങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ തന്നെയാണ് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂമും വീടിൻ്റെ അകം തന്നെയാണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ സ്ഥലം അതിൻ്റെ ഇതൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്തു. റിയൽ ഇൻസിഡന്റ് നടക്കുന്നത് ആക്ച്വലി അങ്കമാലി അല്ല, അത് കോഴിക്കോട് ഒരു സ്ഥലത്താണ് നടന്നത്. ശരി. ഇപ്പൊ ഈ അൽത്താഫിലേക്ക് വരുന്ന അങ്കമാലി എൻ്റെ വീട് അങ്കമാലി കാലടിയാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി വർക്ക് ഈസി അങ്കമാലി ആ ഒരു പരിപാടി ആയിരിക്കുമല്ലോ. അപ്പൊ അവിടുത്തെ കുറച്ച് കൾച്ചറൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മദ്യപാനം പരിപാടിയൊക്കെ ശരിക്കും അങ്കമാലി ഏരിയയിലുള്ള ഒരു കല്യാണത്തിന്റെ രാത്രി അങ്ങനെയൊക്കെ തന്നെയാണ്. സ്ലാങ്ങും ഇതേപോലെ ഇപ്പൊ വിനീത് തട്ടിൽ അങ്കമാലി തൃപ്രയാറാണ്. പിന്നെ ഇപ്പൊ അൽത്താഫ് ആയാലും ആലുവ സൈഡാണ്. ബാക്കിയുള്ള കാസ്റ്റിങ്ങിലൊക്കെ ഈ അങ്കമാലി സൈഡിൽ നിന്ന് വേണം, സ്ലാങ് പിടിക്കലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഭീകരമായിട്ട് അങ്കമാലി സ്ലാങ് പിടിക്കാൻ നമ്മൾ വളരെ ശ്രമിച്ചിട്ടില്ല. അതങ്ങനെ ഇത് ശരിക്കും പ്രോപ്പർ അങ്കമാലി എന്ന് പറയാൻ പറ്റില്ല. ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ആലുവ അങ്കമാലിയുടെ ഇടയിൽ കിടക്കുന്ന സ്ഥലം. അപ്പം അങ്ങനെ അങ്കമാലി സ്ലാങ് പറയുന്ന ആൾക്കാർ തന്നെ വേണമെന്ന് നമ്മൾക്ക് അങ്ങനെ വെച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു കെൽപ്പുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ കുട്ടികളൊക്കെ പക്ക തിരുവനന്തപുരമാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ അങ്കമാലി നമ്മുടെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരെ നമ്മൾ അതിനകത്ത് അവർ അങ്കമാലി സ്ലാങ്ങായിട്ട് സെറ്റായി.
ഈ അൽത്താഫിന്റെ കാസ്റ്റിംഗ്, ഇപ്പോൾ അൽത്താഫിന്റെ പറയുമ്പോൾ പല പല കോമഡികളും ഇതൊക്കെ അൽത്താഫ് എൻ്റർ ചെയ്യുമ്പോൾ അത് ചിരി വരുന്നൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും എവിഡന്റ് ആയി കണ്ടത് പാച്ചൂലായിരുന്നു. ഇത് മന്ദാകിന്റെ റിലീസിന് മുന്നേ പാച്ചൂലായിരുന്നു ഏറ്റവും കൂടുതൽ അൽത്താഫിന്റേതായ റെൻഡറിങ്ങിൽ വരുമ്പോൾ ഇതേപോലെ കോമഡി വന്നത്. ഇത് കുറച്ചുകൂടെ അത് എക്സ്പ്ലോർഡ് ആണല്ലോ, ത്രൂ ഔട്ട് അൽത്താഫ് ക്യാരക്ടർ വരികയാണ്. അൽത്താഫിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് ഒരു സിനിമ വന്നിട്ടില്ല. ഇത് ഇപ്പൊ ആരോമൽ എന്ന ക്യാരക്ടർ അൽത്താഫിലേക്ക് പ്ലേസ് ചെയ്യുന്നു ഒക്കെ ആദ്യം തന്നെ ഡിസിഷൻ ആണ്. ആദ്യം തന്നെ നമ്മളൊരു കഥ നമ്മളൊരു വൺ ലൈൻ ആയപ്പോൾ തന്നെ നമ്മള് ഇതിന്റെ ക്യാരക്ടർ ആര് വേണമെന്ന് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് പല ഇത് വന്നെങ്കിലും അൽത്താഫിലേക്ക് എത്തിയപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് ഇത് സെറ്റായി. അതായത് അൽത്താഫ് ചെയ്യാൻ അടിപൊളിയായിരിക്കും നമുക്ക് തോന്നി. കാരണം അൽത്താഫിന്റെ ഒരു ഹ്യൂമർ പരിപാടിയും പിന്നെ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു ആരോമൽ എന്നുള്ള സാധനം കറക്റ്റായിട്ട് വരും എന്നുള്ള ഒരു സാധനമാണ്. പിന്നെ അൽത്താഫിൻ്റെതായിട്ടുള്ള കുറേ എക്സ്ട്രാ നമ്മൾ തിരക്കഥയില്ലാത്ത കുറച്ച് ട്രേറ്റ്സും കൂടെ അങ്ങനെ അൽത്താഫ് പറയുമ്പോ ചിരിയായി. അതെ അതെ അൽത്താഫ് വരുമ്പോ സെറ്റിൽ പുള്ളി അങ്ങനെ നല്ല അധികം പുള്ളി അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ മിങ്കിളല്ല, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ ഇപ്പോൾ ചേട്ടൻ മുന്നേ ചെയ്തപ്പോൾ 3 ഷോർട്ട് ഫിലിം, ഓക്കെ 3 ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ടിലാണല്ലോ. അപ്പോൾ നമ്മൾ ഓക്കെ ഇങ്ങനെ ഒരു ഫിലിം മേക്കറിന്റെ ആദ്യത്തെ ഫീച്ചർ ഡെബ്യൂ വരുമ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ ആ ഒരു ഫ്രെയിം വർക്ക് കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു സംഭവമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ ഇത് ത്രൂ ഔട്ട് ഒരു എന്റർടൈനർ, ചിരി പടർത്തിയ ആൾക്കാർ എന്റർടൈൻഡ് ആയിട്ട് തിയേറ്റർ വിടാവുള്ളൂ എന്നൊരവസ്ഥ. അങ്ങനെ പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഈ ഫെസ്റ്റിവൽ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമുകളൊക്കെ ഫെസ്റ്റിവലുകളിൽ നല്ല രീതിയിൽ IDSFKയിലൊക്കെ നല്ല അഭിപ്രായമുണ്ടായ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തതാണ്. അപ്പം ഒരു എന്താ പറയുക, നമ്മളൊരു തിയേറ്ററിലൊരു സിനിമ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകൾ കാണണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം, ആളുകൾ ചിരിക്കണം, അങ്ങനെയൊക്കെ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഒരു ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു ഇത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മൂടുള്ള പടം ചെയ്യാനായിട്ട് മനസ്സനുവദിച്ചില്ല. അതിൽ അങ്ങനത്തെ ആ ഒരു ഓഡിയൻസ് ഉണ്ട് എങ്കിൽ പോലും എനിക്ക് കുറേ ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരു വെഡിങ് എന്റർടൈനർ എന്നൊക്കെ പറയാവുന്ന ജോണിൽ ഇപ്പൊ പീനാറിയിലും ആദ്യം കല്യാണത്തിന്റെ സെറ്റിംഗ് എന്നാണ് അതിന്റെ മെയിൻ പ്ലോട്ട് നടക്കുന്നത്, പിന്നെയാണ് പക്ഷെ കല്യാണത്തിന്റെ സെറ്റിംഗ് എന്നാണ് തുടങ്ങുന്നത്. കല്യാണം ഒരുപാട് സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് റെഫറൻസ് ഉണ്ടോ? ഓക്കെ ഇന്ന സിനിമകളുടെ പോലെ ആവരുത്, അല്ലെങ്കിൽ ഇത് വിട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. കല്യാണ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാൽ പോലും അടുത്ത് ഗുരുവായൂരമ്പല നടയിൽ വെഡിങ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെ കല്യാണ സിനിമകൾ ഇഷ്ടംപോലെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പടം ചെയ്യുമ്പോൾ എനിക്കിത് ഉണ്ടായിരുന്നൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ കണ്ട കല്യാണങ്ങളും കല്യാണത്തിന് കണ്ട ആളുകളും അങ്ങനെ തന്നെ അവതരിപ്പിക്കാം എന്നുള്ളതാണ്. വേറൊരു സിനിമയുടെ ഒരു പാറ്റേൺ വന്നിട്ടില്ല അതൊന്നും തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ കണ്ട കാഴ്ചകൾ തന്നെ പകർത്തി വെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ സെക്കൻഡ് ഹാഫിൽ പിന്നെയും കുറച്ചുകൂടെ റോഡ് മൂവി ട്രാവൽ കൈൻഡ് ഓഫ് 2 ട്രാവൽ വരുന്നുണ്ട്. അപ്പൊ അതും ഒക്കെ ഓക്കെ വീടിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോ ഒരു ട്രാവൽ സ്വഭാവം വേണം. പടം തീരുന്നവരെ വീട് നല്ലാണ്ട് ട്രാവൽ ഒരു കഥ ആവശ്യപ്പെടുന്ന സംഭവം അതാണ്, ഒരു ട്രാവൽ പരിപാടി അങ്ങനെ പിടിച്ചു. ഈ അനാർക്കലി അപ്പോൾ അൽത്താഫ് അനാർക്കലി കോംബോ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഇവര് കല്യാണത്തിന്റെ ഒരു ഇതില് സ്വകാര്യം പറയുന്ന പോലെ ഒരു അൽത്താഫ് അനാർക്കലി കോംബോ അൽത്താഫിന്റെ പറഞ്ഞു ഫസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു തന്നെ പറഞ്ഞു. ഈ അൽത്താഫ് അനാർക്കലി കോംബോ ഇവർ മുന്നേ കണ്ടിട്ടില്ലല്ലോ ഈ കോംബോയില് വരുന്ന പടം. അതെങ്ങനെയാണ് ആ റാപ്പോ വർക്ക് ചെയ്യാൻ ഇപ്പൊ മുന്നേ റിഹേഴ്സൽസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു? അത് റിഹേഴ്സൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് സ്റ്റോറി അനാർക്കലിയോട് പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും സംഭവം. അപ്പൊ അനാർക്കലി ഓക്കെ ആയിരുന്നു. അങ്ങനെ അതിനകത്തേക്ക് അതങ്ങനെയാണ് അത് ഉണ്ടായത്. അവരൊരു കോംബോ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിയിരുന്നു. അനാർക്കലിയുടെയും ഇപ്പൊ അത് ചിലപ്പോ ഒരു മീറ്റർ വിട്ട കുറച്ചുകൂടെ ഓവറായി പോകേണ്ട സിറ്റുവേഷൻ ആണ്. നമ്മൾ അനാർക്കലി സ്ക്രീൻ പ്ലേ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ് സ്ക്രീൻ പ്ലേയുടെ ഒരു പകുതിയായപ്പോൾ നമ്മൾ അൽത്താഫിനോട് കഥ സംസാരിച്ച് അൽത്താഫ് ഓക്കെ പറഞ്ഞതാണ്. അനാർക്കലിയോട് നമ്മൾ സ്ക്രീൻ പ്ലേ ഏകദേശം മുഴുവനായി കഴിഞ്ഞപ്പോഴാണ് സംസാരിച്ചുള്ളൂ. അതിന് മുമ്പ് നമ്മൾ വേറെ ആക്ട്രസിനെ അടുത്ത് സംസാരിച്ചു വൺ ലൈൻ ആയി കഴിഞ്ഞപ്പോൾ. പക്ഷെ അവര് കഥ ഇഷ്ടമായി, പക്ഷെ അവർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതായത് അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് വേറെ ചെളി പോലെ ആയി പോകാം ചിലപ്പോൾ. ആ ഒരു തോട്ടിലാണ് അവരത് ചെയ്യുന്നില്ല പറഞ്ഞു. അപ്പം നമുക്ക് ഇത് ആ ട്രാൻസ്ഫർമേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു അതിൽ കോൺഷ്യസ് ആയിട്ട് പറഞ്ഞായിരിക്കാം. പക്ഷെ അനാർക്കലി അത് ഈസി ആയിട്ട് അവർ ഓക്കെയാണ് ചെയ്യാം. ഞാൻ റിഹേഴ്സൽ വേണമെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം റിഹേഴ്സൽ
ഷൂട്ടിൻ്റെ ആദ്യ ദിവസം റിഹേഴ്സൽ നമുക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞാനത് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെന്ന് നോക്കാൻ പറഞ്ഞു. നമ്മൾ ആദ്യ ദിവസം തന്നെ അങ്ങനത്തെ സീനെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്തത്. ഈ മലയാള സിനിമ ഇപ്പോൾ 2024 മലയാള സിനിമ പറയുമ്പോൾ ഇപ്പോൾ വരുന്ന ഡിസ്കഷനൊക്കെ ഓക്കെ, മലയാള സിനിമയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ല, ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ. മന്ദാകിനെ നോക്കുമ്പോൾ ഒരു ഓക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു പോയിന്റ് വന്ന് നിൽക്കുമ്പോൾ അഴിച്ചുവിട്ട അവസ്ഥയിൽ വരെ നിൽക്കുന്നുണ്ട്. ഇതൊരിക്കലും ഫോഴ്സ്ഡ് ആവരുത്, ഫോഴ്സ്ഡ് ആയി തോന്നരുത് എന്നൊക്കെ ഉണ്ടല്ലോ, അത് അതിന്റെ ബാലൻസ് പിടിക്കൽ എങ്ങനെയാ? ഇത് ഫോഴ്സ്ഡ് ആവുന്നത് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളങ്ങനെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഫോഴ്സ് ആയി പോകും. അതായത് കുറച്ച് സ്ത്രീപക്ഷം ബൂസ്റ്റ് ചെയ്ത് പറയാം, പൊളിറ്റിക്സ് കേട്ടാന്ന് വിചാരിച്ചാൽ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതായത് അപ്പം നമ്മൾ ഞാൻ പറയില്ലേ, ഞാൻ കണ്ട ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന രീതി, ഒരു വീട് എടുത്ത് കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ കഥ ചെയ്യുമ്പോൾ അതിനകത്ത് ഈക്വലായിട്ട് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും വരും. അവരെങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ള. നമ്മൾ സ്ത്രീകളെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനം പറഞ്ഞു കളയാമെന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ രശ്മിനിൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്, അത് അങ്ങനത്തെ സാധനം നമുക്ക് പറയാൻ പറ്റൂല. ആ സൈഡുണ്ട് ഈ സൈഡുണ്ട്, അങ്ങനത്തെ 2 വർഷം പറഞ്ഞു പോകാന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെയാണ്, അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. നമ്മൾ എന്തിനാണ് പിന്നെ അവരെ ഒരുപാട് മാസമായിട്ട് അങ്ങനെ കാണിക്കേണ്ടതായിട്ടല്ല. സ്ത്രീകൾ മാസമാണ്, പുരുഷന്മാർ മാസമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ പോയിട്ടുള്ളൂ. ഇപ്പോൾ ചേട്ടൻ്റെ ഇപ്പോൾ ഫീച്ചർ വരെയുള്ള ട്രാവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈലിൽ എടുക്കുന്ന ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം മൊബൈലിൽ എടുക്കുന്ന തുടങ്ങിയത്, പിന്നെ റെന്റ് ചെയ്ത് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിലൊന്നും ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? അതോ നേരിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഷോർട്ട് ഫിലിം ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്? അസിസ്റ്റ് ചെയ്യുന്ന ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, പോയി അസിസ്റ്റ് ആവണ ആഗ്രഹമുണ്ട്. കുറേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഡയറക്ടേഴ്സിനോടും സിനിമോഗ്രാഫേഴ്സിനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആയില്ല. അപ്പം പിന്നെ ഷോർട്ട് ഫിലിം തന്നെ നമുക്ക് ചെയ്യാം. അത് പിന്നെ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അങ്ങനെ വന്നതാണ്. അത് നമ്മൾ ട്രൈ ചെയ്യണ്ടല്ലോ, ട്രൈ ചെയ്തിട്ട് നടക്കാനാണ് ശരിക്കും. ചേതനയിലാണ് പഠിച്ചത്. ഞാൻ സിനിമോഗ്രാഫിയാണ് പഠിച്ചത്. പിന്നെ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഡയറക്ഷനോട് കുറച്ചും കൂടി ഇത് തോന്നി. അപ്പം നേരെ പിന്നെ രണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് ഡയറക്ഷൻ തന്നെ ഫോക്കസ് ചെയ്തു. ഈ പോസ്റ്റ് റിലീസ് ഇൻഡസ്ട്രി എന്നുള്ള ഒരു കോളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മന്ദാകിനി കണ്ടിട്ട്. ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ ആളുകൾ വിളിച്ചിരുന്നു, ആക്ടേഴ്സ് വിളിച്ചിരുന്നു, ഡയറക്ടേഴ്സ് വിളിച്ചിരുന്നു. നല്ല അഭിപ്രായം പറഞ്ഞാൽ അവർ ഒരുപാട് ആൾക്കാർ നാളുകൾ ചിരിച്ച് കണ്ട സിനിമയാണ്. ഫാമിലി ആയിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത്. അല്ല ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ കോളുകൾ വന്നിരുന്നു. ഇപ്പം ഇനിയുള്ള പ്ലാനും ഒക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഷോർട്ട് ഫിലിമും പാരലി നടക്കണം എന്നാണോ, അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമിലേക്ക് തന്നെ അടുത്ത ഒരു പ്ലാനും ഒക്കെ നോക്കുമ്പോൾ? കൊമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിം തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അത് ചെയ്യണം. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. വിനീത് തട്ടിന്റെ ക്യാരക്ടർ ആയാലോ അതിലേക്ക് എങ്ങനെയാണ്? കാരണം പടം കഴിയുമ്പോൾ വിനീത് തട്ടിലാണല്ലോ അവസാനം സ്കോർ ചെയ്ത് ഇറങ്ങി പോകുന്ന. വിനീത് തട്ടിലെ കുറെ കോമഡികൾ ഉണ്ടല്ലോ, ഭയങ്കര വർക്ക്. എങ്ങനെ വിനീത് തട്ടിലേക്ക് വരുന്നത്? അല്ല, വിനീത് തട്ടിലേക്ക് വരുന്നത് വെച്ചാല് നമ്മള് ആറന്മുള ഒരു അളിയൻ വേണം. അപ്പൊ അളിയനാണ് എല്ലാത്തിലും പുള്ളിയുടെ കൂടെ നിൽക്കുന്നതും പുള്ളിയുടെ ചെറിയ മെൻഡർ പോലെയൊക്കെ. എനിക്ക് അളിയനാണ് എല്ലാ കാര്യത്തിലും. അളിയനെ ഇഷ്ടമാണ്, ആരമല ഇഷ്ടമാണ്. അപ്പോൾ ഈ അളിയൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം പിടിച്ചാൽ അളിയൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ കഥകളൊക്കെ പറഞ്ഞ് കഥ പറയാ. പണ്ട് പുള്ളി കുറച്ച് ഗുണ്ട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി കല്യാണത്തിന് ശേഷം ഒതുങ്ങിയൊരു ക്യാരക്ടറാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു വട്ടം കൂടിയൊക്കെ കഴിഞ്ഞാൽ പുള്ളി പണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇത് ചെയ്തുണ്ട് എന്നുള്ള ഗുണ്ട കഥകളൊക്കെ പറയാവുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇപ്പത്തെ ആൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര ബോറായിട്ടായിരിക്കും കേൾക്കണത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിടിച്ചപ്പോ തട്ടില് ഓക്കെ ആണെന്ന് തോന്നി. സ്ലാങ് ഒക്കെ തട്ടിലിന്റെ കിട്ടുന്ന സ്ലാങ് അല്ല ബാക്കിയുള്ള. അതായത് നമുക്ക് തട്ടിലിനെ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഒരുപാട് ഉപകാരം ഉണ്ടായി. അതായത് തട്ടിലാണെങ്കിൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും പുള്ളി കഥകൾ ഇങ്ങനെ ഓരോ നാട്ടിൻപുറത്തുള്ള പുള്ളിയുടെ നാട്ടിലെ കഥകൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. എല്ലാവരുമായിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ പുള്ളി ഒരാളിനെ ചുറ്റും ഒരു 10-15 പേരൊക്കെ പുള്ളിയുടെ കഥ കേൾക്കാനുണ്ടാവും.
പുള്ളിയുടെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് എല്ലാവർക്കും ആ സ്ലാങ് ഒന്നും കിട്ടി. ഓട്ടോമാറ്റിക്കലായിട്ട് ഈസി. സിനിമയിലും അങ്ങനെയാണല്ലോ അല്ലെ, പുള്ളി കഥ പറയുന്നു, ചുറ്റും ഒരുപാട് പേരുണ്ട്. അതെ അതെ. ഇതിൽ നമ്മള് പുള്ളി നമ്മളൊരു സീനിൽ പുള്ളി ഒരു ഗുണ്ടാക്കഥ പറയണ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൻപുറത്തെ കഥകളൊക്കെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പുള്ളി എന്നെ പറഞ്ഞ കഥയാണ് ഓൾറെഡി അതിനകത്ത് ഉപയോഗിച്ചത്. ടെറസിന്റെ മുകളിൽ അത് പുള്ളിയുടെ കഥ പറയാൻ പുള്ളിയോട് പറഞ്ഞതാണ്. അത് ഭയങ്കര രസമായിട്ട് വന്നത്. അതുപോലെ ഈ കുക്കു സരിതയുടെ ക്യാരക്ടർ, കുക്കു സരിത തിയേറ്ററിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആക്ട്രസാണ്. നമ്മളതിന് മുമ്പ് വേറൊരു ആക്ട്രസായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അവർ ഡേറ്റിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു, കുറേ ആരെ വേണം എന്നുള്ള കുറേ ഡിസ്കസ് ചെയ്തു. അവസാനം നമുക്ക് എല്ലാവർക്കും വന്നൊരു പേരാണ് കുക്കുവിൻ്റെ. അതൊരു ബോൾഡായിട്ടുള്ള അമ്മയായിരിക്കണം. അതിപ്പോൾ അവരൊരു ആക്ടിങ്ങിലും ഒരു ബോഡി ലാംഗ്വേജിലും അത് വേണം. അപ്പം അങ്ങനെയാണ് കുക്കുവിലേക്ക് വന്നു. നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ ചെന്നപ്പോൾ നമുക്ക് ഏജ് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഏജ് കുറവുള്ള ആള് പോലെ. പിന്നെ ഞാൻ അവര് താമസിക്കുന്നിടത്ത് പോയി കണ്ടു. ഒരു പെണ്ണ് കാണല് പോലെയായിരുന്നു അത്. അപ്പൊ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര പ്രായക്കുറവ് ഫീൽ ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു കോസ്റ്റ്യൂമറുണ്ട്, നമ്മുടെ മനു എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂമറുണ്ട്, മറ്റേ വിലായത ബുദ്ധയുടെയും ഹെലൻ്റെ ഒക്കെ. ആള് പറഞ്ഞു ഇവരെന്തായാലും ഓക്കെയാണ്, ഒരു വിഷയമില്ല, ചെറിയ ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ കൺവിൻസ് ചെയ്തു. പുള്ളി പറഞ്ഞു ഓക്കെയാണ്, ഒന്നുകൊണ്ട് പേടിക്കണ അവർ ഓക്കെയാണെന്നോ. അപ്പം എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു മേക്കപ്പ് ടെസ്റ്റ് എടുത്തി. നമ്മൾ മനു 2 ചെറിയ ടച്ചപ്പ് ചെയ്തപ്പോഴേക്കും രാജലക്ഷ്മിയായി. ഈ വർഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് അധികം കാലയളവ് താമസിക്കാതെ ബാക്ക് ടു ബാക്ക് സിനിമകളുടെ റിലീസ് നോക്കുകയാണ്. ഇപ്പോൾ മന്ദാകിനിയായാലും ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തൊരു സിനിമയാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ സെറ്റിങ്ങുമായിട്ടാണ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷനിലും റിലീസിലും അങ്ങനെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററുകളിൽ ആൾ വരും, ഇത് വർക്കാണെന്നുള്ള സംഭവം നമുക്കറിയാമായിരുന്നു. അങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല. ടാർഗറ്റഡ് ഓഡിയൻസും ഫാമിലി വരും എന്നുള്ളൊരു വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ തന്നെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, സ്പാർക്ക് പ്രൊഡക്ഷൻ. ഇത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്ന സമയത്ത് ആയിരുന്നു നമുക്ക് കുറച്ച് ചലഞ്ചിങ് ഉണ്ടായിരുന്നത്. അതായത് പല പ്രൊഡ്യൂസർമാർ നമ്മളിതിനു മുമ്പ് കണ്ട് സംസാരിച്ചപ്പോഴും അവർക്ക് ഇതുപോലെ ഈ അൽത്താഫ് ഹീറോ ആയിട്ടുള്ളൊരു സംഭവം അവർക്ക് ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സഞ്ജു ഉണ്ണിത്താൻ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നമ്മൾ ഫൈനലിൽ എത്തുമ്പോൾ പുള്ളി സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് പറഞ്ഞു അൽത്താഫ് തന്നെയാണ് ഇത് പെർഫെക്റ്റ് കാസ്റ്റിംഗ്, നമുക്കതന്നെ ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണത് നടക്കുന്നത്. സ്ക്രീൻ പ്ലേ എഴുത്തുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ? കാരണം ഇപ്പോൾ ബഡ്ജറ്റ് ലാബിൻ്റെ ഫെസ്റ്റിൽ ഏറ്റവും സ്ക്രീൻ പ്ലേ നോക്കിയിട്ടാണല്ലോ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്രീൻ പ്ലേയിൽ ബെസ്റ്റ് ഷോർട്ട് ഫിലിമിന് കിട്ടിയിട്ട് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ് സ്ക്രീൻ പ്ലേക്കാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ഫിലിം ഫോർമാറ്റിൽ നിന്ന് മാറിയെന്ന് ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നു, സ്റ്റോറി വേറെ ഒരാളുടെയാണ്. ഈ സ്ക്രീൻ പ്ലേ എഴുത്ത് എങ്ങനെയാണ് ചേട്ടന് നടക്കുന്നത്? സ്ക്രീൻ പ്ലേ എഴുത്ത് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആദ്യം മധ്യാന്തം എന്നുള്ളൊരു സംഭവം ആദ്യം എഴുതും, പിന്നെ സീൻ ഓർഡറിൽ പോകാന്നുള്ളതാണ്. സീനുകൾ എഴുതുമ്പോൾ എൻഗേജിങ് ആയിരിക്കണം എന്നുള്ള, ഓരോ സീനിലും നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള എലമെന്റ്സ് വേണമെന്ന് ഒരു പ്ലാൻ ചെയ്യും. അങ്ങനെ സീൻ ബേസ് എഴുതി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മന്ദാകിനി നോക്കുമ്പോഴും ഇത് ഒരു എന്റർടൈനർ ഫോർമാറ്റ് എല്ലാം ഉൾക്കൊള്ളിച്ചൊരു, ഇപ്പോൾ സമയാസമയത്ത് പാട്ടുണ്ട്, ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഉണ്ട്, തമാശകളുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം ഫോർമാറ്റ് ഉണ്ടല്ലോ. അത് ഉണ്ടായിരുന്നു അങ്ങനെ സ്ക്രീൻ പ്ലേയിൽ ഇത് വേണം, ഈ ഫോർമാറ്റ് ഒക്കെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്? അല്ലല്ല, നമ്മുടെ ഒരു സോങ് ആണ് നമുക്ക് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബിബിൻ അശോക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അവൻ ഒരു സോങ് നമുക്ക് എല്ലാത്തിനും മുമ്പേ നമുക്ക് തന്നിരുന്നു. അതിൻ്റെ ഒരു ഡെമോ പോലത്തെ ഒരു സോങ്ങിൻ്റെ ഒരു ഇത് തന്നിരുന്നു, ട്രാക്ക്. അപ്പോൾ അതാണ് നമുക്ക് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത്, അതായത് ഇവള് പറയുന്നില്ല ഗണപതി ഇൻട്രോ പോലത്തെ ഒരു സോങ്, അത് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ന സ്ഥലത്ത് സോങ് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം സ്ക്രീൻ പ്ലേ കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. ക്ലൈമാക്സിൽ ഫൈറ്റും ഒക്കെ ക്ലൈമാക്സിൽ സോങ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സോങ് തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളത് കമ്പോസ് അതിനനുസരിച്ചിട്ടുള്ള എഡിറ്റിങ് ചെയ്തിട്ടാണ് അതിറക്കിയിട്ടുള്ളത്. മന്ദാകിനി കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു പ്ലാൻ എങ്ങനെയായിരിക്കും?
മന്ദാകിനി കഴിഞ്ഞിട്ടുള്ള പ്ലാനിങ് എൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ നടക്കുന്നുണ്ട്. അതങ്ങനെ ആയി വരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ മന്ദാകിനിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.